താനൂരിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അറസ്റ്റിലായ യുവാവിനെ പോക്സോ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തങ്ങൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്ന് പെൺകുട്ടികളുടെ മൊഴി. ശനിയാഴ്ച രാത്രിയാണ് പെൺകുട്ടികളുമായി പോയ എടവണ്ണ ആലുങ്ങൽ വീട്ടിൽ അക്ബർ റഹീമിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിച്ച പ്രതിയുടെ ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. ശനിയാഴ്ച പുലർച്ചെ മുംബൈയിൽ നിന്ന് മടങ്ങിവരുന്നതിനിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അക്ബർ റഹീമിനെ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടികൾ നൽകിയ മൊഴിയനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ പെൺകുട്ടികളെ ഫോണിൽ പിന്തുടർന്നതിനാണ് പോക്സോ ചുമത്തിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോകലിനും കേസുണ്ട്. താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം, എസ്ഐമാരായ സുജിത്, പ്രമോദ്, എഎസ്ഐ സലേഷ്, സീനിയർ സിപിഒമാരായ ഷമീർ, രമ്യ എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത്. ബുധനാഴ്ച പകലായിരുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ 2 കുട്ടികളെ കാണാതായത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കുട്ടികളെയും അക്ബർ റഹീമിനെയും മുംബൈയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടികൾക്കായി വ്യാപക അന്വേഷണം നടക്കുന്നതായി അറിഞ്ഞതോടെ അക്ബർ റഹീം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതോടെ കുട്ടികൾ മുംബൈയിൽ തനിച്ചായി. മഹാനഗരത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനിടെയാണ് കുട്ടികളെ കണ്ടെത്തിയത്. തുടർന്ന് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് നാട്ടിലേക്ക് മടങ്ങിയ അക്ബർ റഹീമിനായി വലവിരിച്ചത്. ഈ യാത്രക്കിടയിലാണ് തിരൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുട്ടികളിൽ നിന്ന് രഹസ്യമൊഴി ശേഖരിച്ച ശേഷമായിരുന്നു പോലീസിന്റെ തുടർ നടപടികൾ. ഇവരെയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. എഡിറ്റർ ലൈവ്, താനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.